പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഈ പ്രഭാത വിരുന്ന ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നേ ദിവസം ദൈവം നൽകിയ എല്ലാ ദാനങ്ങളും ഓർത്തുകൊണ്ട് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ആ വലിയ അഭിഷേകത്തെ ഓർത്തുകൊണ്ട് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. അന്ധകാരം നീങ്ങി പ്രകാശത്തിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പ്രകാശത്തിൽ സഞ്ചരിക്കുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഒരു ദിനം കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ സർവ്വ സൃഷ്ടികളോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, സൃഷ്ടാവിനെ ആരാധിക്കാം. സർവ്വ സൃഷ്ടികളും സൃഷ്ടാവിനെ ആരാധിക്കുന്ന ഒരു നിമിഷം നമുക്കൊന്ന് കാതോർക്കാം. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സ്വരങ്ങളാണ്, നമുക്കൊന്ന് കണ്ണ് തുറന്ന് നോക്കുവാനായിട്ടൊന്ന് പരിശ്രമിച്ചാൽ എത്രയോ അത്ഭുതാവഹമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളൊക്കെ കാണുക. ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ എല്ലാം വ്യക്തമാണ് എന്നുള്ളതാണ്. നമുക്ക് ആ ദൈവ സൃഷ്ടി എന്തുമാത്രം അത്ഭുതാവഹമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ ആ നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ദൈവം നമ്മെ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് ഈ ഭൂമിയിലെ സൗന്ദര്യങ്ങളെല്ലാം ആസ്വദിക്കുവാനും കേൾക്കുവാനും അറിയുവാനൊക്കെ അനുവദിച്ചുകൊണ്ട് ആ ദൈവത്തോടു കൂടി ആയിരിക്കുവാനായിട്ട് ഒരു ദിനം കൂടി നമുക്ക് നൽകിയിരിക്കുക. ആ നല്ല കൃപയോർത്തുകൊണ്ട് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ദൈവം ഇന്നും എന്നും നമ്മെ കാത്തു പരിപാലിക്കുന്നു. അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളിവിടെ ആയിരിക്കുന്നത്, എന്നെ സ്വരം കേൾക്കുന്നത്. നമുക്ക് ആ നല്ല ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയ്ക്ക് എന്നും താങ്ങും തണലായിട്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. അമ്മ എന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ശുശ്രൂഷയുടെ മധ്യസ്ഥയായ അമ്മ ഈ ശുശ്രൂഷയുടെ കൂട്ടായ്മയിൽ തന്നെ നമ്മളോട് കൂടെ ആയിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അമ്മയോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നമുക്ക് ദാഹിക്കാം. സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശക്തരായിത്തീരുന്നു. വചനം നമുക്കത് ഫലവത്തായി തീരുവാനായിട്ട് ഇടയാകുന്നു എന്നുള്ളതാണ്. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, അവിടുന്ന് പ്രകാശത്തിൽ ആയിരുന്നതുപോലെ നമ്മൾ ഓരോരുത്തരും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നത് പോലെ ദൈവം നമ്മെ സൃഷ്ടിച്ചു, ദൈവം നമ്മെ നയിച്ചു. ആ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത് തന്നെ, പ്രകാശത്തിൽ സഞ്ചരിക്കുവാനായിട്ട് ഇടയാക്കിയത് തന്നെ. ആ ത്രിത്വം നമ്മളെന്നുമുണ്ട്. ഇന്ന് വചനം കേൾക്കുമ്പോഴൊക്കെ ആ വലിയ ഇടപെടൽ, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ നമ്മളിലൊക്കെ ഉണ്ടാകുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്ന് ദിവസം ഒരു നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അവസരത്തിൽ
നമ്മുടെ കൂടെ വസിക്കുന്ന, നമ്മളോടൊപ്പം ഗസ്റ്റ് തൊഴിലാളികളായിട്ടൊക്കെ, നമ്മൾ അതിഥി തൊഴിലാളികളായിട്ടൊക്കെ കാണുന്ന ഓരോ വ്യക്തികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പലപ്പോഴും ദൈവത്തെ അറിയാതെ, ഈശോയെ അറിയാതെ ജീവിക്കുന്ന വ്യക്തികളാണ് അവരെല്ലാവരും. പക്ഷേ നമ്മളോടൊപ്പം വസിച്ചുകൊണ്ട് ഈ കേരളത്തിൽ എന്ന് മാത്രമല്ല സകല ഇടങ്ങളിലും വസിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ കൂടെ ആയിരിക്കുന്ന ഈ അതിഥി തൊഴിലാളികളെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അവരിലൊക്കെ കൃപ നിറയുവാനായിട്ട്, ദൈവത്തെ അറിയുവാൻ, ഈശോയെ അറിയുവാൻ അവർക്കും ഇടയാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അവരിലൂടെ ദൈവം പ്രവർത്തിച്ചുകൊണ്ട് അവരായിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് യേശുവിൻ്റെ ചൈതന്യം ഒഴുകുവാനായിട്ട് ഇടയാകട്ടെ. നമ്മളറിയുന്ന, നമ്മൾ കണ്ട് കേട്ട് ആയിരിക്കുന്ന എല്ലാ അതിഥി തൊഴിലാളികളെയും ഈ അവസരത്തിൽ ഒന്ന് കൊണ്ടുവരാം ദൈവസന്നിധിയിലേക്ക്. നമുക്കൊന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി നമുക്ക് കാതോർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ഈ നിമിഷത്തിൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നേറാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് ദൈവം നൽകുന്ന ഒരു വചനം ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ തിരുവചനമാണ്. ഈ തിരുവചനത്തിൽ ദൈവം നമ്മളോട് പറയുക, ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായിരിക്കുവിൻ, പെരുകി ഭൂമിയിൽ പെരുകി അതിന് കീഴടക്കുവിൻ. 3 കാര്യങ്ങളാണ് പറയുക അവിടെ. ഒന്ന്, സന്താന പുഷ്ടിയുള്ളവരായി തീരുവാനായിട്ടാണ് പറയുന്നത്. നമ്മളൊക്കെ ഇന്ന് നമ്മളിവിടെ ആയിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കന്മാരുടെ കൃപ കൊണ്ടാണ്, അനുഗ്രഹം കൊണ്ടാണ്. അവരൊക്കെ നമ്മളെ ഈ ഭൂമിയിലായിരിക്കുവാനായിട്ട് അനുവദിച്ചതുകൊണ്ടാണ്. നമ്മുടെ മാതാപിതാക്കന്മാർ ഒന്ന് ഓർത്ത് നമുക്ക് നന്ദി പറയാം ഈ അവസരത്തിൽ. ഇന്നലെ എൻ്റെ അടുത്ത് ഒരു സഹോദരൻ വന്നു. തൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് സാമ്പത്തികമായിട്ട് സുസ്ഥിര ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തി പറയുകയായിരുന്നു, അച്ഛാ, എനിക്ക് മക്കളില്ല. 18 വർഷമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, മക്കളില്ല. മക്കളില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭാര്യയോട് പയ്യെ ഒരു അകൽച്ചയാണ് ഉണ്ടാകുന്നത്. എനിക്ക് ഭാര്യയോടൊപ്പം ജീവിക്കാനായിട്ട് ഇഷ്ടമില്ല. ദൈവം എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു അവസ്ഥ തന്നത്? ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചു, ഏകദേശം ഒരു 10 വർഷത്തോളം ആൾ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് എനിക്ക് മക്കളെ എന്തുകൊണ്ട് തരുന്നില്ല എന്നുള്ളത്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ നമ്മെ അയക്കുന്നത് മാതാപിതാക്കന്മാരിലൂടെ നമ്മളെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദാനമായിട്ടാണ് ദൈവം നമ്മളെ അയക്കുന്നത് തന്നെ. ഒരു സമ്മാനമായിട്ടാണ് ദൈവം നമ്മളെയൊക്കെ കാണുന്നത് തന്നെ. മാതാപിതാക്കന്മാർക്ക് കൊടുത്ത ഒരു സമ്മാനം, ഒരു ദാനം എന്നുള്ളത്. അതിലൂടെയൊക്കെയാണ് ദൈവം മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കുന്നത്, നമ്മളെയൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറിയത് എന്നുള്ളത്. ദൈവം എന്നും അനുഗ്രഹിക്കുന്നത്, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നതൊക്കെ മക്കളുണ്ടായിട്ടുള്ള ഒരവസ്ഥയാണ്. മക്കളില്ലെങ്കിൽ പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, എലിസബത്ത് വാർദ്ധക്യത്തിൽ വന്നിയെന്ന് പറഞ്ഞിരുന്ന അവൾ മക്കളെ കിട്ടിയപ്പോൾ അവൾക്കുണ്ടായിരുന്ന സന്തോഷം, അത് കേട്ടപ്പോൾ പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ ആ എലിസബത്ത് പ്രകീർത്തിച്ച വാക്കുകളൊക്കെ നമുക്കറിയാം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്കവിടെ നിന്ന്. കാരണം ദൈവം അത്രമാത്രം അനുഗ്രഹിച്ചു. അവിടുന്ന് അമ്മ ചെല്ലുന്ന സമയത്ത് എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന ശിശു കുതിച്ചു ചാടി എന്നാണ് പറയുന്നത്, സന്തോഷം കൊണ്ട്. അത് സന്തോഷമാണ്. പലപ്പോഴും ഒരു കുഞ്ഞിനെ കാണുമ്പോൾ എന്തുമാത്രം സന്തോഷിക്കുന്നു. നിർമ്മല മനസ്സാണ് അവരുടെ. അപ്പോൾ അതുകൊണ്ട് അവരെന്തുമാത്രം സന്തോഷിക്കുന്നു എന്നുള്ളതാണ്.
കുഞ്ഞുങ്ങൾ ഉള്ളിലായിരിക്കുമ്പോൾ യേശുവിൻ്റെ അമ്മ, യേശു ആ അമ്മയുടെ ഉദരത്തിലായിരുന്നു കൊണ്ടാണ് സ്നാപയോഹന്നാൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നത് തന്നെ. ആ യേശു അവിടെ അടുത്തുണ്ട് എന്നുള്ള ചിന്തയിൽ തന്നെയാണ് സ്നാപയോഹന്നാൻ എലിസബത്തിൻ്റെ ഉദരത്തിൽ കുതിച്ചാടുന്നത്. ആ കുഞ്ഞിനോട് ചേരുമ്പോൾ അവരുടെ ഉള്ളിലുള്ള നിർമ്മല മനസ്സ് എന്തുമാത്രം ആനന്ദിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മളൊക്കെ ദൈവം പറഞ്ഞ ആ വാക്കുകൾ എന്തുമാത്രം പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിക്കുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു സ്ഥലത്ത് ആഗ്രഹിച്ചിട്ട് കിട്ടാതിരിക്കുന്നതിൻ്റെ വിഷമങ്ങൾ, മക്കളില്ലാത്തതിൻ്റെ വിഷമങ്ങൾ, എല്ലാ ദൈവം സൗഭാഗ്യം തന്നിട്ട് പോലും നമുക്ക് വേണ്ട എന്ന് പറയുന്ന വ്യക്തികൾ. ദൈവം 3 കാര്യങ്ങളെയാണ് അവിടെ പറയുക. 1, സന്താനപുഷ്ടിയുള്ളവരായിത്തീരുവിൻ. 2, ഭൂമിയിൽ പെരുകണം. വേറെ എങ്ങുമല്ല, ഭൂമിയിലാണ് സന്താനങ്ങൾ ഉണ്ടാകേണ്ടത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിനെല്ലാത്തിനെയും, ഈ ഭൂമിയിലുള്ള അതിനെ അതിജീവിക്കുവാനായിട്ട്, അതിനൊക്കെ കീഴടക്കി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മനുഷ്യനാണ് അതിനെല്ലാം അധികാരവും അവകാശവും നൽകിയിരിക്കുന്നതെന്ന് പറയുന്നത്. സന്താനപുഷ്ടിയുള്ളവരായി തീരുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നത്? വൈരികളെ ചെറുക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ശത്രുക്കളെയൊക്കെ കീഴ്പ്പെടുത്തുവാനായിട്ട് ഈ സന്താനങ്ങൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നമ്മൾ പലപ്പോഴും അപമാനിക്കപ്പെടുന്നു, സഭ അപമാനിക്കപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മളിൽ അംഗബലമില്ല എന്നുള്ളത് തന്നെയാണ്. അതിനെന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? മക്കളെ സ്നേഹിക്കാനായിട്ട് പഠിക്കണം. മക്കൾ ഉണ്ടാകുവാനായിട്ട് നമ്മൾ സമ്മതം മൂളണം. നമ്മുടെ ആഗ്രഹമില്ലാതെ ഒരിക്കൽ പോലും ദൈവം മക്കളെ നൽകുന്നില്ല എന്നുള്ളതാണ്. ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു വ്യക്തി, തോമസ് എന്ന് തന്നെ കരുതുക, അവനെന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മക്കളില്ലാത്തൊരവസ്ഥ, ഭാര്യ എന്നും വേദനിക്കുന്നൊരവസ്ഥ. ഒരു ദിവസം സിറ്റിയിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഭാര്യ പറയുകയാണ്, നമുക്ക് ഈ സിറ്റിയുടെ കോലാഹലങ്ങളിൽ നിന്നൊക്കെ മാറി നമുക്ക് ഏകാന്തമായിട്ട് ഏതെങ്കിലും വില്ലേജിൽ, ഗ്രാമത്തിൽ ചെന്ന് താമസിക്കാം. അങ്ങനെ ഇവർ 2 പേരും മക്കളില്ലാത്തത് കൊണ്ട് തന്നെ ഗ്രാമത്തിലെ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വീട്ടിൽ അവർ വാടക പോലെ താമസിക്കാനായിട്ട് തുടങ്ങി. ചുറ്റും പറമ്പുണ്ട്, ആരും നോക്കാത്ത പറമ്പാണ്. അപ്പോൾ അവർ മനസ്സിലിങ്ങനെ ചിന്തിച്ചു, വെറുതെ ഇരിക്കുകയാണല്ലോ, ഒന്ന് പറമ്പിൽ ചെന്ന് ആ ഭൂമിയിൽ ഒന്ന് കൊത്തിക്കിളച്ച് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ അവർ വെണ്ട, പടവലം, പയർ എന്നൊക്കെ കാര്യങ്ങളെല്ലാം അവർ നട്ടു. പക്ഷെ അവർക്കൊരു സന്തോഷമുണ്ടായി. ഒരു ദിവസം ആ വെണ്ടയിലും ആ പയറിലൊക്കെ പൂവുകൾ ഇടാനായിട്ട് തുടങ്ങിയപ്പോൾ അവർ സന്തോഷിച്ചു. ദൈവം ചിരിക്കുന്നു എന്നാണ് അവർക്ക് വിശ്വാസം ഉണ്ടായത്. ദൈവം ആ പൂക്കളിലൂടെ നമ്മെ നോക്കി ചിരിക്കുന്നു എന്നുള്ളത്, അവർ അധ്വാനിച്ചതിൻ്റെ ഫലം അവർ കാണാനായിട്ട് തുടങ്ങി എന്നുള്ളത്. തുടർന്ന് അതിൽ കായ്ക്കൾ വരാൻ തുടങ്ങി. അതിലേറെ സന്തോഷം തോന്നി. അവരെല്ലാവരും മറന്നു താങ്കൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിഷമിച്ച് ഈ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഈ പ്രത്യേക പറമ്പിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്നത് എന്നെല്ലാം അവർ മറന്നു. അവരേറ്റവും കൂടുതൽ സന്തോഷിച്ചത് പ്രകൃതി നൽകുന്ന ആ കായ്കനികളെയൊക്കെ നോക്കിക്കൊണ്ട് അവർ സന്തോഷിക്കുകയായിരുന്നു. കിട്ടുന്നതെല്ലാം മറ്റുള്ളവർക്കും കൊടുക്കാൻ തുടങ്ങി, പങ്കുവയ്ക്കാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്, മക്കളില്ല എന്ന് പറഞ്ഞ് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. അവരോട് ഒന്നേ പറയാനായിട്ടുള്ളൂ, നിങ്ങൾ ഇല്ലാത്തതിനെ പറ്റി ദുഃഖിക്കാതെ, കിട്ടാത്തതിനെ പറ്റി ദുഃഖിക്കാതെ, ചുറ്റുപാടുമുള്ള അവസ്ഥകളെ കണ്ടുകൊണ്ട്, അതിൽ നന്മ കണ്ടുകൊണ്ട്, ദൈവം അവരിലൂടെ നമ്മെ നോക്കി ചിരിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് ഒന്ന് പ്രവർത്തിക്കാനായിട്ട്, അധ്വാനിക്കാനായിട്ട് പരിശ്രമിച്ച് നോക്കി. അതാണ് ദൈവം നമുക്ക് നൽകുന്ന ദൗത്യം. അതാണ് ദൈവം നൽകുന്ന വലിയൊരു കൃപ എന്ന് പറയുന്നത്. മക്കളായ നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട തീരുമാനം അതുതന്നെയാണ്. ദൈവമക്കളായിരിക്കും നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട തീരുമാനം. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നമ്മളും പങ്കുചേരുക. മാതാപിതാക്കന്മാരൊക്കെ ദൈവ സൃഷ്ടിയിൽ പങ്കുചേരുകയാണ് ചെയ്യുന്നത്. സഹസൃഷ്ടാക്കളായി തീരുകയാണ് ചെയ്യുന്നത്. ദൈവത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിനുള്ള മക്കളെ സൃഷ്ടിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അത് സൃഷ്ടാവിൻ്റെ ദൗത്യം ഓരോ മാതാപിതാക്കന്മാരും ചെയ്യുന്നു. മക്കളും അത് കണ്ടുപഠിച്ച്
തങ്ങളിലൂടെ സാധിക്കുന്ന നന്മകളെല്ലാം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം. വളർന്നു വരുമ്പോൾ നമ്മൾ ഒന്നും രണ്ടുമല്ല, മറിച്ച് ദൈവം നൽകുന്ന സമ്മാനം വക്കോളം വരെ നിറയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് ദൈവത്തിന് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം. നമുക്ക് നൽകിയിരിക്കുന്ന കൃപ അതാണ്, നമുക്ക് നൽകിയിരിക്കുന്ന ദാനം അതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ദാനവും സമ്മാനവും വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് തയ്യാറാകണം. ഇല്ലാത്തവർ അത് നൽകിയ ആ സാഹചര്യങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തോട് നന്ദി പറയാനായിട്ട് പരിശ്രമിക്കണം. ഞാൻ ആ പഴയ കഥയിൽ ഞാൻ പോവുകയാണ്. തലേദിവസം എന്നോട് സംസാരിച്ച ആ വ്യക്തിയോട് ഞാൻ ഇത്രമാത്രം പറഞ്ഞുള്ളൂ, ചേട്ടന് ഒത്തിരിയേറെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ, ചുറ്റുപാടും എത്രയോ നല്ല സുഹൃത്തുക്കൾ ദൈവം നൽകിയിട്ടുണ്ട്. ആ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് സ്നേഹിക്കാനായിട്ട് പരിശ്രമിച്ചു. ആ സുഹൃത്തുക്കളിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരം സുഹൃത്ത് വലയം ഉണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്രയോ സന്തോഷം ഉണ്ടാകും. ചിലപ്പോൾ അതായിരിക്കാം നിങ്ങളുടെ ദൗത്യമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കി. അതായിരിക്കും നമ്മുടെ സമ്മാനമെന്നൊന്ന് മനസ്സിലാക്കി നോക്കി. ഇല്ലാത്ത അവസ്ഥ ഉള്ള അവസ്ഥയിലേക്ക് നമ്മെ തന്നെ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കാം. നമുക്ക് ഇന്നേ ദിവസം നമ്മുടെ ഉള്ളതും ഇല്ലായ്മയും എല്ലാം ദൈവത്തിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. പ്രത്യേകിച്ച് നമ്മളാകുന്ന ധ്യാനം, നമ്മളാകുന്ന സമ്മാനം, ആ സമ്മാനത്തെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് ഒന്ന് സമർപ്പിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നു. മാതാപിതാക്കന്മാരുടെ വലിയ ഒരു സ്നേഹവും ഒരു സമ്മാനവുമാണ് നമ്മൾ ഓരോരുത്തരും. ആ മാതാപിതാക്കന്മാരെ നമുക്ക് ഓർക്കാം, അവരോട് നന്ദി പറയാം. പലപ്പോഴും മാതാപിതാക്കന്മാരെ നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ട് എങ്കിൽ നമ്മളൊക്കെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കാത്തവരാണ് എന്നുള്ളതാണ്. നമുക്കവരെ സ്നേഹിക്കാം. അവരിലൂടെ ദൈവം പ്രവർത്തിച്ച വലിയ കൃപയാണ് നമ്മൾ ഓരോരുത്തരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്ദി പറയാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ആ സ്വർഗത്തിലേക്ക് തന്നെ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. ആ ത്രിത്വൈക ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച ഞങ്ങളുടെ ജീവിതത്തെ തന്നെ പൂർണ്ണമായിട്ടും ഞങ്ങൾ അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു. യേശുനാഥ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് ക്രമപ്പെടുത്തണമേ. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ, സന്ദർഭങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും അങ്ങിൽ നിന്ന് മറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ, അങ്ങിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, യേശുവേ, ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി അണയുകയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആ സ്വർഗത്തിലേക്ക് ഞങ്ങളെ തന്നെ ചേർത്ത് പിടിപ്പിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗവാസികളോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കാവൽ മാലാഖമാർ സ്വർഗത്തിലായിരിക്കുന്നു. ഞങ്ങളുടെ പേരിന് കാരണബോധരായിരിക്കുന്ന വിശുദ്ധന്മാർ സ്വർഗത്തിൽ ഞങ്ങൾ കാണുകയാണ്. അവരിലേക്കും ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ ഓരോ വിശുദ്ധരെയും ഞങ്ങളിന്ന് സ്വർഗത്തിൽ കാണുകയാണ്. ഞങ്ങളുടെ ഇടവകയെ, ഞങ്ങളുടെ ഇടവക വികാരിയെ, ഞങ്ങളുടെ ഇടവക സമൂഹത്തെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ വ്യക്തി നിയോഗങ്ങളെ എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവേ, ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അയൽവാസികളെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ, രോഗാവസ്ഥയിലായിരിക്കുന്ന ഓരോ വ്യക്തികളെ, കുഞ്ഞു മക്കളെ, സ്കൂളിൽ പോകുന്ന ഓരോ വിദ്യാർത്ഥിനികളെ എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് യേശുവേ. കുടുംബജീവിതം നയിക്കുന്ന ഓരോ ഭാര്യ ഭർത്താക്കന്മാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഡൈവോഴ്സിൻ്റെ വക്കിലായിരിക്കുന്ന ഓരോരുത്തരെയും, ഡൈവോഴ്സ് മൂലം അകന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നിൻ്റെ വലിയ കൃപ അവരുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി യുവതീവാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ ലക്ഷ്യബോധമില്ലാതെ
സ്വന്തം സുഖത്തിനു വേണ്ടി മദ്യപാനം, മയക്കുമരുന്ന് എന്ന മേഖലകളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഓരോ യുവതി യുവാക്കളെയും ഞങ്ങൾ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, നിൻ്റെ സ്നേഹത്താൽ അവരോരോരുത്തരെയും നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ജോലിയില്ലാതെ അലയുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും യേശുവേ നിൻ്റെ കരുണയുടെ കീഴിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങൾ വിശ്വസിക്കുകയാണ് നിൻ്റെ വലിയ കൃപ ഇന്ന് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ, പ്രഭാത വിരുന്ന് എന്ന ശുശ്രൂഷയുടെ ഈ കൂട്ടായ്മയിൽ ഉണ്ട് എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ സ്വസ്ത്രം, ഹാലേലുയ ഹാലേലുയ. നന്ദി നന്ദി നന്ദി. യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി, ഹാലേലുയ ഹാലേലുയ ഹാലേലുയ. യേശുവേ മഹത്വം 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 മഹത്വം. യേശുവേ നന്ദി നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി, ഹാലേലുയ 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 ഹാലേലുയ. ഒരിക്കൽ കൂടി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ആ ത്രിത്വിക ദൈവത്തിൻ്റെ സമർപ്പിച്ചുകൊണ്ട്, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. തൻ സ്നേഹതാതൻ നീ, നിൻ സവിതയാണയം മക്കൾക്കാശ്രയമേ, കന്യാമേരിക്കൊപ്പം തുണയാ എന്നും നിന്നവനെ. ദാവീദിൻ പുത്രനാം മാർയോസേപ്പേ, നീതി നിന്നും ഈശോ തൻ സ്നേഹതാതൻ നീ, നിൻ സവിതയാണയം മക്കൾക്കാശ്രയമേ, കന്യാമേരിക്കൊപ്പം തുണയാ എന്നും നിന്നവനെ. മാർയോസേപ്പേ, നീതി പാലകനെ, മക്കൾ ഞങ്ങൾക്കെന്നും തുണയാകണേ, മക്കൾ ഞങ്ങൾക്കെന്നും തുണയാകണേ. കരതാരിൽ കരുതും നീ കൺമണി പോലെന്നെ എന്നും, മിഴിനിറയും നേരത്തും ആശ്വാസക്കാറ്റായി എൻ കാവലേ, എൻ സ്നേഹമേ, എൻ ജീവനായി നീ എന്നുമേ. എൻ കാവലേ, എൻ സ്നേഹമേ, ഞങ്ങൾക്കെന്നും താതൻ നീ. മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിച്ചിടണമേ. ജ്ഞാനത്തിൽ വളരാ, കൃപയിൽ മുന്നേറാ, മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിച്ചിടണമേ. മാർയോസേപ്പേ, നീതി പാലകനെ, മക്കൾ ഞങ്ങൾക്കെന്നും തുണയാകണേ, മക്കൾ ഞങ്ങൾക്കെന്നും തുണയാകണേ.
തിരുമാറിൽ ചേർക്കണമേ തിരുമുഴനി കാതിൽ ചൊല്ലൂ തിരുസഭതൻ രക്ഷകനെ തിരിയായി നീ തെളിയൂ എന്നിൽ നിറയെ പുണ്യം തരണേ വാത്സല്യത്താതൻ എന്നും നീ എന്നിൽ നിറയെ പുണ്യം തരണേ ഞങ്ങൾക്കെന്നും താതൻ നീ ജ്ഞാനത്തിൽ വളരാൻ കൃപയിൽ മുന്നേറാൻ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിച്ചിടണമേ. ജ്ഞാനത്തിൽ വളരാൻ കൃപയിൽ മുന്നേറാൻ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിച്ചിടണമേ. മാറിയോസേപ്പേ നീതിപാലകനേ മക്കൾ ഞങ്ങൾക്കെന്നും തുണയാകണേ. പരിശുദ്ധ പാപ്പായോട് ചേർന്ന് സകല കർദിനാൾമാരോടും മെത്രാപോലിത്തന്മാരോടും മെത്രാന്മാരോടും പുരോഹിതരോടും സന്യാസിന്മാരോടും ആത്മായ പ്രേക്ഷിതരോടും ചേർന്ന് ഏകം മനസ്സോടെ ഐക്യത്തിലായി തീർന്നുകൊണ്ട് ആ ദൈവത്തിൻ്റെ ആശീർവാദം ഞങ്ങൾ സ്വീകരിക്കുവാനായിട്ട് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും നമുക്ക് ഈ അവസരത്തിൽ തമ്പുരാൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് വചന കൂടാരങ്ങളിലും മരിയ കൂടാരങ്ങളിലായിരുന്നു കൊണ്ട് ഈ പ്രഭാത വിരുന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ മക്കളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ നിയോഗങ്ങളെ, അവരുടെ കുടുംബത്തെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു ജപമാലയെങ്കിലും ചൊല്ലി അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ ഗുഡ്നസ് TV ഇതിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ നിയോഗങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കൊരിക്കൽ കൂടി നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസം ഏറ്റവും ശോഭനമായി മാറട്ടെ, ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസമായിട്ട് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.